തിരുവനന്തപുരം വെള്ളറടയിൽ മധ്യവയസ്കന്റെ മരണത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ്. വാഹനമിടിച്ച ശേഷം സുരേഷ് എന്നയാളെ വീട്ടിൽ പൂട്ടിയിട്ട് ഇരുചക്രവാഹനക്കാർ കടന്നുകളഞ്ഞുവെന്നാണ് പോലീസിന്റെ നിഗമനം. സുരേഷിനെ ഇരുചക്രവാഹനം ഇടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഈ കടന്നുകളഞ്ഞവരെ പറ്റിയുള്ള പോലീസിന്റെ സംശയം എന്താണ്? വേണു, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് വെള്ളറടയിൽ ഈ സുരേഷ് താമസിച്ചിരുന്ന ഈ കലുങ്കുനട എന്ന പ്രദേശത്താണ്. ഈ വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണ് കുറെ കാലങ്ങളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് ഈ 7-ാം തീയതിയാണ്. ഈ 7-ാം തീയതി ഈ താമസിക്കുന്നതിന് 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് സംശയിക്കുന്നത്. ഈ അപകടത്തിന് ശേഷം ഈ അപകടത്തിൽ പരിക്കേറ്റ ഇയാളെ ഈ അപകടം ഉണ്ടാക്കിയ ആളുകൾ ഈ മുറിയിലേക്ക് കൊണ്ടുവന്ന് പൂട്ടിയിടുകയായിരുന്നു എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഈ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത്. പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്നൊരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത് ഈ മരണകാരണം എന്ന് പറയുന്നത് ഈ പ്രാഥമിക ചികിത്സ കിട്ടാത്തത് തന്നെയാണ്. ഇയാൾക്ക് ഈ സുരേഷിന് ആന്തരികമായി ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്ന സാഹചര്യമാണ്. അന്ന് രാത്രിയിലെ എല്ലാ CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തതയുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആരാണെന്നുള്ളൊരു സൂചന കിട്ടുകയുള്ളൂ. ഇപ്പോൾ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ വാഹനത്തിൻ്റെതായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവം, അല്ലെങ്കിൽ ക്രൂരകൃത്യം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. അന്ന് രാത്രി ഈ റോഡിൽ നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ 2 പേർ സുരേഷിനെ ഇടിച്ചിടുകയായിരുന്നു. അടുത്ത നിമിഷം ഇവർ ഈ ബൈക്ക് നിർത്തി ഇറങ്ങി സുരേഷിനെ എടുത്ത് തൊട്ടടുത്ത റൂമിനടുത്തേക്ക് വരുന്നത് ഈ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ തൊട്ടടുത്തുള്ള ഈ വീട്ടിലാണ്, ഈ റൂമിലാണ് സുരേഷ് താമസിക്കുന്നത്. മുറിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് സുരേഷിന്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ മൃതദേഹത്തിൽ കാര്യമായ പരിക്കുകളുണ്ട്, ആന്തരിക ക്ഷതം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ അവിടെ കിടത്തിയതിനു ശേഷം, ഈ റൂമിൽ കിടത്തിയതിനു ശേഷം ഈ 2 പേരും ഈ ഇടിച്ചിട്ട് അപകടമുണ്ടാക്കി 2 പേരും പോകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ മുറിയിൽ നിന്നും ദുർഗന്ധം വരുന്നതായി നാട്ടുകാർക്ക് തോന്നി. അതിനെ തുടർന്നാണ് ഈ പരിശോധന നോക്കിയത്. ഈ ജനലിൽ കൂടെ നോക്കിയ സമയത്ത് അയാൾ മരിച്ചു കിടക്കുന്ന സാഹചര്യമാണ്, മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഈ പോലീസ് എത്തി ആദ്യം ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട് പോലീസ്. എന്തുകൊണ്ടായിരിക്കും ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പോയതെന്നത് കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ അത് നിർണായകമാകും ഈ സംഭവത്തിൽ എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ വിശദമായ ഒരു അന്വേഷണമാണ്. പക്ഷേ ഇപ്പോഴും ആരാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ വീട്ടിലാണ്, ഈ മുറിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇടത്താണ് ഇയാൾ മരിച്ചു കിടന്നത്. ഈ ജനലിൽ കൂടി നോക്കിയ സമയത്താണ് ഇയാൾ മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 55 വയസ്സുള്ള വ്യക്തിയാണ് ഈ സുരേഷ്. ഏറെ നാളായി ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അത് ഈ ചികിത്സ ലഭിക്കാതെ എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വലിയൊരു ക്രൂരകൃത്യം തന്നെയാണ് അയാളോട് ചെയ്തത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ പരിക്കേറ്റ സമയത്ത് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ അപകടം ഉണ്ടാക്കിയവർ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രാഥമിക ചികിത്സ ലഭിക്കാത്തത് ഒരു മരണകാരണമായി എന്നുള്ളതാണ്. ഈ മൃതദേഹം അഴുകിയ നിലയിലാണ്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടിച്ചിട്ട വാഹനം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരു കുഴക്കുന്ന കാര്യമാണ്. പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഈ റൂമിനോട് ചേർന്ന് ഇയാൾ താമസിച്ചിരുന്ന വീടിനടുത്തോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു. ആ കടയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ സമയത്ത്, അതായത് ഈ സംഭവം നടക്കുന്ന 7-ാം തീയതിയിലെ രാത്രിയിലത്തെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 പേർ പോകുന്നത് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പക്ഷേ അപ്പോഴും അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആളുകളെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇയാളെ എടുത്തുകൊണ്ട് വരുന്നതും ഈ മുറിയിലേക്ക് ഇടുന്നതും പൂട്ടി പുറത്തേക്ക് പോകുന്നതും മാത്രമാണ്. വെള്ളറടയിലെ സുരേഷിന്റെ അപകട മരണത്തിൽ ദുരൂഹത തുടരുന്നു. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണ്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.